പുത്തൻ യൂണിഫോമും ബാഗുമൊക്കെ അണിഞ്ഞ് പുതിയ കൂട്ടുകാർക്കൊപ്പം 1-ാം ക്ലാസ്സിലേക്ക് പോകാനായി കാത്തിരിക്കുകയായിരുന്നു 7 വയസ്സുകാരനായ നസൽ. എന്നാൽ വിധി ആ കുഞ്ഞിനായി കാത്തുവെച്ചത് ഇങ്ങനെയൊരു ദാരുണ അന്ത്യമായിരിക്കുമെന്ന് ആരും കരുതി കാണില്ല. ഒരു പാമ്പിന്റെ രൂപത്തിലെത്തിയാണ് മരണം ആ കുരുന്നിനെ കവർന്നെടുക്കുന്നത്. മലപ്പുറം തിരൂർക്കാട് അരിപ്ര സ്വദേശിയായ ഈ കുഞ്ഞിന്റെ മരണത്തിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ലഭ്യമായ ആന്റിവനങ്ങൾക്ക് പോലും ആ കുഞ്ഞിന്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. കാരണം പ്രതിവിഷം പോലും ലഭ്യമല്ലാത്ത അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പാണ് ആ കുഞ്ഞിനെ കടിച്ചത്. അപൂർവ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണുന്ന ഒരു കുഞ്ഞൻ പാമ്പ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അതീവ അപകടകാരിയായ ഈ പാമ്പിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളും ഇതിന്റെ സവിശേഷതകളും ഈ ദാരുണമായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടിയേറ്റ ഉടൻ തന്നെ കുട്ടിയെ സമീപത്തെ ആശുപത്രിയിലും തുടർന്ന് നില വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ദിവസങ്ങളോളമാണ് ആ 7 വയസ്സുകാരൻ ജീവന് വേണ്ടി പോരാടിയത്. സാധാരണ പാമ്പുകടിയേറ്റാൽ നൽകുന്ന പോളിവാലന്റ് ആന്റി സ്നേക്ക് വനം ഈ പാമ്പിന്റെ വിഷത്തിന് ഫലപ്രദമല്ല എന്ന വലിയ യാഥാർത്ഥ്യം ചികിത്സയെ കഠിനമാക്കുകയായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത്. കൊണ്ടോട്ടി കീഴ്ശ്ശേരിയിലെ മാതൃവീട്ടിൽ നിന്നും കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. വീട്ടുകാരെല്ലാം വിനോദയാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ പുലർച്ചെ വീടിന് പുറത്തേക്കിറങ്ങിയ സമയത്താണ് കുട്ടിയെ പാമ്പ് കടിക്കുന്നത്. ശ്രീലങ്കയിലും ഇന്ത്യയിലും മാത്രം കണ്ടുവരുന്ന HNPV അഥവാ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നറിയപ്പെടുന്ന പാമ്പാണ് ഈ കുട്ടിയെ കടിച്ചത് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്ന 4 പ്രധാന വിഷപ്പാമ്പുകളാണുള്ളത്. മെഡിക്കൽ ലോകവും ശാസ്ത്രലോകവും ഇതിനെ ബിഗ് 4 എന്ന് വിളിക്കുന്നു. മൂർഖൻ, അണലി, ശംഖുവരയൻ, ചുരുട്ടമണ്ഡലി എന്നീ പാമ്പുകളാണവ. ഈ HNPV എന്ന പാമ്പിന്റെ കടിയേറ്റാലുള്ള മരണങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടാണ് ബിഗ് 4ൽ ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ടാണ് ഇവയ്ക്കുള്ള ആന്റി സ്നേക്ക് വെനം ലഭ്യമല്ലാത്തതും. വളരെ ചെറിയ പാമ്പായതുകൊണ്ടും ഇലക്കൂട്ടങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്നതുകൊണ്ടും പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ പ്രയാസമാണ്. പ്രകോപിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആക്രമിക്കുന്ന സ്വഭാവം കൂടി ഈ പാമ്പിനുണ്ട്. നിലവിൽ ഈ പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകാറുള്ളത്. ഈ പാമ്പുകൾ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇതിന്റെ വിഷം അത്ര ചെറുതല്ല. എന്നാൽ കൃത്യസമയത്ത് ശരിയായ ചികിത്സ ലഭ്യമായാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണ്. ഇവയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ വീക്കം, മാംസപേശി നാശം, രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ, വൃക്ക സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. മരണങ്ങൾ കുറവാണെങ്കിലും ദീർഘകാലത്തേക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ പൊതുജനങ്ങളുടെ പ്രകോപനവും മറ്റും ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രതിവിഷം നൽകുന്ന പ്രോട്ടോകോൾ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാലും പല ഡോക്ടർമാരും പാലിക്കേണ്ടി വരുന്നു. എന്നാൽ ഒരളവിൽ കൂടുതൽ പ്രതിവിഷം നൽകുന്നതിലൂടെ അത് രോഗിയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി നോക്കാം. ഈ പാമ്പിന്റെ മൂക്കിന്റെ തുമ്പത്ത് അല്പം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനാലാണ് മുഴമൂക്കൻ എന്ന് പേര് വന്നത്. പിന്നെ ഇതിന്റെ തല ത്രികോണാകൃതിയിലുള്ളതാണ്. തവിട്ട് അല്ലെങ്കിൽ ചാരനിറത്തിൽ ഇരുണ്ട പാടോടുകൂടിയതാണ് ഇവയുടെ ശരീരം. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ ഇലകൾക്കിടയിലിരുന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കില്ല. പിന്നെ സാധാരണയായി ഈ പാമ്പുകൾ 1.5 അടിയിൽ കൂടുതൽ നീളം വയ്ക്കാറുമില്ല. അതുകൊണ്ട് തന്നെ പലരും ഇത് അണലിയുടെ കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്.